അധ്യായം 4. ഹമീദ്. ഹോട്ടൽ വിന്നേഴ്സിന്റെ പടികളിറങ്ങിയപ്പോൾ എൻ്റെ ബാല്യം വീണ്ടും അനാഥമായി. കോട്ടയം നഗരത്തിന് അധികപ്പറ്റായ ഒരു തെരുവ് കുട്ടിയായി ഞാൻ പെരുവഴിയിലേക്കിറങ്ങി. മലയാള മനോരമയ്ക്കും ഹോട്ടൽ വിന്നേഴ്സിനും എതിർവശത്ത് കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പും അതിന് പുറമേന്ന് നോക്കിയാൽ ഒരു കൊച്ചു വീടാണെന്ന് തോന്നിക്കുന്ന വെയിറ്റിംഗ് ഷെഡുമുണ്ട്. വെയിറ്റിംഗ് ഷെഡിൽ 3 സൈഡുകളും കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ബെഞ്ചുകൾ ആളുകൾ ഇരുന്നും കിടന്നും മിനുസമരുത്തിയതാണ്. ശൂന്യമായി പോയ ഭാവിയിലേക്ക് നോക്കി ബസ് സ്റ്റോപ്പിലെ കോൺക്രീറ്റ് ബെഞ്ചിൽ ഞാൻ ഇരുന്നു. ലക്ഷ്യങ്ങളുള്ള ഒത്തിരി ആളുകൾ എനിക്ക് മുന്നിൽ ഇത്തിരി നേരം കിതച്ചു നിന്നിട്ട് ധൃതി വെച്ച് കിഴക്കോട്ട് പോകുന്ന ബസ്സുകളിൽ കയറിപ്പോയി. എൻ്റെ നെഞ്ചിൽ നല്ല കനമുള്ള ഒരു കല്ലിരിപ്പുണ്ട്. അതിൻ്റെ ഭാരത്തിൽ എനിക്ക് ശ്വാസം മുട്ടി. ബസ് സ്റ്റോപ്പിൽ ആളില്ലാത്ത സമയത്ത് ഞാൻ ഇത്തിരി ഉച്ചത്തിൽ വായ പൊത്തി ഉറക്ക കരഞ്ഞു. അപ്പോൾ നെഞ്ചിലെ കല്ലിന്റെ ഭാരം ഒരിത്തിരി കുറഞ്ഞു. ഉടുത്തിരുന്ന ലുങ്കിമുണ്ടിന്റെ മുഷിഞ്ഞ അറ്റമെടുത്ത് മുഖം ഒതുക്കി തുടച്ച് ഞാൻ നിവർന്നിരുന്നു. ഉദയസൂര്യൻ ദേവലോകം അരമനയുടെ മുകളിൽ കയറി നിന്ന് എന്നെ തുറിച്ചു നോക്കി പൊള്ളിച്ചു. വെയിൽ കനത്തതോടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കപ്പുറതി ഇല്ലാതെയായി. ഒന്ന് ഇറങ്ങി നടക്കാൻ തോന്നി. ഇടത്തോട്ടോ വലത്തോട്ടോ അതാണ് അറിയാത്തത്. ലക്ഷ്യമില്ലാത്തതിനാൽ തീരുമാനം വൈകി. പിന്നെ ഇടത്തോട്ട് അഥവാ കിഴക്കോട്ടെന്ന് തീരുമാനിച്ചു. 1/2 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നിട്ട് ഇടത്തോട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കുള്ള ഇറക്കം തുടങ്ങുന്നിടത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടെ ചുവന്ന കൊടികൾ കുത്തിവെച്ച് 2 ദിവസം മുൻപ് തൊഴിലാളികളുടെ സമരം നടക്കുന്നുണ്ടായിരുന്നു. സമരം തീർന്നാൽ 1-2 പിള്ളേർക്ക് പണി കിട്ടുമെന്ന് ഒരു സമരക്കാരൻ ചേട്ടൻ പറഞ്ഞതോർത്തു. തെരുവോരം പറ്റി നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോട്ടയത്തെ ഭയപ്പെടാൻ തുടങ്ങിയെന്ന് തോന്നി. ദുരന്ത അനുഭവങ്ങളും വിശപ്പും മാത്രമാണ് ഈ നഗരം തരുന്നത്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ വേവലാതിപ്പെട്ടു. ഇനിയും വിശക്കരുതേ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ദേവലോകം അരമനയുടെ കൂറ്റൻ കരിങ്കൽ മതിൽക്കെട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വലത്ത് റോഡിനപ്പുറത്ത് നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടന്നു. കുറെ നടന്നിട്ട് ഞാൻ വെറുതെ വലത്തോട്ട് നോക്കി. ഇരുണ്ട മതിലിന്റെ ഇത്തിരി തണലിൽ ഒരുത്തൻ കുത്തിയിരുന്ന് എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. കറുത്ത് കരിവാളിച്ച അവനും ഒറ്റ നോട്ടത്തിൽ ഒരു തെരുവുബാലനാണെന്ന് തോന്നി. ഞാൻ കണ്ണുകൾ പിൻവലിച്ച് മുന്നോട്ട് നടന്നു. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് തോന്നി. സമരം നടക്കുന്ന ഹോട്ടലിനടുത്തെത്തിയപ്പോൾ വല്ലാത്ത നിരാശ തോന്നി. മുദ്രാവാക്യ വിളികളുടെ വീറും വാശിയും മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. സമരം തുടരുകയാണ്. ഇത്തിരി നേരം നോക്കി നിന്നിട്ട് ഞാൻ തിരിച്ചു നടന്നു. കയറ്റം കയറി വലത്തോട്ട് നടന്നപ്പോൾ വീണ്ടും ഇടതുവശത്ത് ദേവലോക മതിൽ. പെട്ടെന്ന് എന്നെ നോക്കിയിരുന്നവനെ വെറുതെ ഓർത്തു. അവനെ ഒന്ന് പരിചയപ്പെട്ടാലോ? വല്ല പ്രശ്നക്കാരനുമാണെങ്കിലോ? പറയാൻ പറ്റില്ല. അത് പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവാനും മതി. അവൻ അവിടെ തന്നെ ആ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ ഇത്തിരി തണലിൽ ഇരിപ്പുണ്ട്. അവനെതിരെ നടന്നെത്തിയപ്പോൾ ഞാനൊന്ന് നിന്നു. അവൻ എന്നെ കൈകാട്ടി വിളിച്ചു. വെറുതെ എന്റെ നെഞ്ചൊന്ന് കാളി. ഒരുതരം വല്ലാത്ത ജിജ്ഞാസ എന്നെ പിടികൂടി. കണ്ടാൽ എന്റെ അത്ര പ്രായമേ ഉള്ളൂ. അവനെന്നെ പരിചയമുണ്ടോ? എന്നെപ്പോലെ മൂവാറ്റുപുഴയെന്നെങ്ങാൻ വണ്ടി കയറി വന്ന് കബളിക്കപ്പെട്ടതാണോ? കുറച്ച് വണ്ടികൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റോഡ് മുറിച്ചു കടന്ന് അവന്റെ അടുത്തെത്തി. മതിലിന്റെ കരിങ്കലിനോട് സാമീപ്യമുണ്ട് അവന്റെ തൊലിക്കറുപ്പിന്. പിഞ്ചി കീറാൻ തുടങ്ങിയ കള്ളി ഷർട്ടും വല്ലാണ്ട് മുഷിഞ്ഞ വെള്ളമുണ്ടുമാണ് വേഷം. ഞാൻ അടുത്ത് ചെന്ന് അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇല്ല, ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഞാൻ അവനോട് എന്താ എന്ന് ആംഗ്യത്തിൽ ചോദിച്ചു. നിന്റെ പേരെന്താ? അവൻ ചോദിച്ചു. ബേബി. എന്താ കാര്യം? ഞാൻ തിരിച്ചു ചോദിച്ചു. നീ ഇന്നലെ വിന്നേഴ്സ് ഹോട്ടലിൽ ജോലിക്ക് കയറിയതല്ലേ? അപ്രതീക്ഷിതമായ അവന്റെ ചോദ്യം എന്നെ നടുക്കിയെന്ന് വേണം പറയാൻ. എന്റെ കണ്ണുകൾ ജിജ്ഞാസ കൊണ്ട് വിടർന്നു. അതെ, അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ആകാംക്ഷ എന്നോളം വളരുന്നത് കണ്ട് അവൻ ചിരിച്ചു. ചിരിച്ചപ്പോൾ അവന്റെ മുഖത്തിന് ഒരു പ്രത്യേക അഴകുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ അറിയാം. എന്തേ, ഒറ്റ ദിവസം കൊണ്ട് പണി മതിയാക്കിയോ? അവന്റെ ചോദ്യത്തിൽ ലേശം പരിഹാസമുണ്ടോ? പണി പോയി, ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എനിക്ക് അവനെ അടുത്തറിയാൻ ആഗ്രഹം തോന്നി. എന്താ നിന്റെ പേര്? ഹമീദ്. അവൻ എന്നെ ശ്രദ്ധിക്കാതെ പറഞ്ഞു. എന്തെങ്കിലും പണിയുണ്ടോ ഹമീദിന്? ഇന്നലെ വിന്നേഴ്സിൽ ഞാൻ പണി ചെയ്തത് ഇവന് എങ്ങനെ അറിയാം എന്നറിയാനായിരുന്നു എന്റെ ധൃതി. അവൻ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് താഴോട്ട് നോക്കി ഒരു വികാരവുമില്ലാതെ പതുക്കെ പറഞ്ഞു.
എനിക്ക് മിനിഞ്ഞാന്ന് നഷ്ടപ്പെട്ട പണിയാണ് നിനക്ക് ഇന്നലെ അവിടെ കിട്ടിയത്. ഏ എന്നൊരു അതിശയ വാക്കോടെ ഞാൻ അറിയാതെ അവൻ അടുത്തിരുന്നു. അവൻ അതേ നിസ്സംഗതയിൽ തുടർന്നു. ഞാൻ പോരുമ്പോൾ അലിയാര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി അലിയാരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഒരുത്തൻ വന്നിട്ടുണ്ട്, നല്ലവനാണെന്നൊക്കെ. എനിക്ക് അവനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി തുടങ്ങി. ഹമീദ് അല്ലേ? വേറെ പണിയൊന്നും നോക്കിയില്ലേ പിന്നെ? ഞാൻ അന്വേഷിച്ചു. കോട്ടയത്ത് നമ്മൾ പിള്ളേർക്ക് ഹോട്ടൽ പണിയൊന്നും കിട്ടില്ല. അതിന് തമിഴ്നാട്ടിൽ നിന്ന് കുറേ പിള്ളേര് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവർക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. ഹമീദ് എന്നെ നോക്കിയല്ല അത് പറഞ്ഞത്. അത് നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പുതിയ അറിവായിരുന്നു എനിക്ക്. ഭക്ഷണം കിട്ടിയാലും മതിയായിരുന്നു. അവനൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു, പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും യോഗം. അവന്റെ വാക്കുകളിലെ നിരാശ എന്റെ മനസ്സിനെയും പൊള്ളിച്ചു. പുറമെ ഉരുകുന്ന വെയിലത്ത് വേവാൻ തുടങ്ങിയ മനസ്സുകൾ ഇത്തിരി നേരം നിശബ്ദമായി. വായ തന്ന ദൈവം ഇരയും തരുമെന്ന് അമ്മ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തുറക്കാതിരിക്കില്ല ഹമീദ്. ഞാനൊരു ആശ്വാസവാക്ക് പറഞ്ഞപ്പോൾ ഹമീദ് എന്നെ നിർവികാരനായി നോക്കി. എനിക്കിത്തിരി വിശന്നു അപ്പോൾ. ഞങ്ങൾക്കിടയിൽ ഒരു കൂട്ടുകെട്ട് രൂപാന്തരപ്പെടുന്ന പോലെ തോന്നി എനിക്ക്. എന്തൊരു ചൂടാ ഇവിടെ! നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ സംശയം ചോദിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണലായിരുന്നു. എങ്ങോട്ട് പോണമെന്നറിയാതെ ഇരുന്നു പോയി. എഴുന്നേക്കാൻ തോന്നിയില്ല. എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോവാനാ? നിർത്തി. ഒരു കണക്കിന് എഴുന്നേറ്റ് പോകാതിരുന്നത് നന്നായിന്ന് ഇപ്പൊ തോന്നുന്നു. അതെന്താ? ഞാൻ ചോദിച്ചു. നിന്നെപ്പോലെ ഒരാളെ കൂട്ടിന് കിട്ടിയില്ലേ? അവനപ്പോൾ തുറന്നു ചിരിച്ചു. ഒരംഗീകാരം കിട്ടിയ സുഖത്തിൽ ഞാനും ചിരിച്ചു. കൂട്ടായ സ്ഥിതിക്ക് നമുക്ക് എഴുന്നേറ്റൊന്ന് നടന്നാലോ? ആവാം. ഞങ്ങൾ എഴുന്നേറ്റു. ഹമീദ് ഒന്ന് വേച്ചതുപോലെ തോന്നി. പിന്നെ ഇടത്തോട്ട് നടന്നു. ഭാവി ശൂന്യമാണെങ്കിലും നടന്നെത്താൻ ഒരു ലക്ഷ്യമില്ലെങ്കിലും ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ എന്നെ ആഹ്ലാദിപ്പിച്ചു. കുറച്ചു നേരം ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ഹമീദിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. ഞാൻ ആദ്യം മിണ്ടി. നിന്റെ വീട് എവിടെയാ? മുണ്ടക്കയത്താണ്. വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതാണോ? ഹോട്ടൽ ബോയ്സിനോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ചാടിപ്പോന്നതല്ല, ഓടിപ്പോന്നതാണ്. അവന്റെ ഉത്തരം കേട്ട് ഞാൻ ചിരിച്ചുപോയി. ഞാൻ അവനെ ചരിഞ്ഞു നോക്കി. അവൻ പക്ഷേ ഗൗരവത്തിലായിരുന്നു. തമാശ പറഞ്ഞതല്ല. മോഷണ കുറ്റത്തിന് ഉമ്മയും നാട്ടുകാരും കൂടെ നാട്ടീന്ന് ഓടിച്ചതാ. എന്നെ തിരിച്ചു ചെല്ലാനും പറ്റില്ല. എന്റെ നടത്തം നിന്നുപോയി. കണ്ണു മിഴിച്ച് വായ തുറന്ന് ഞാൻ സ്തംഭിച്ചു നിന്നു. അവിശ്വസനീയമായ ഒരു കാര്യം ഇത്ര നിസ്സാരമായി ഒരാൾക്ക് പറയാൻ പറ്റുമോ? രണ്ടടി കൂടി നടന്ന ഹമീദ് തിരിഞ്ഞു നിന്നു. പിന്നെ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, സത്യാണ്. പക്ഷെ എന്നെ ആരും വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ തന്നെ വീടും നാടും എനിക്ക് നരകമാണ്. അവിടുന്ന് രക്ഷപ്പെട്ട് കോട്ടയത്തെത്തി. ഇതിപ്പോൾ നാടിനേക്കാളും വലിയ നരകാണ്. പിന്നെ അവൻ എനിക്ക് പുറം തിരിഞ്ഞു നിന്ന് എന്നോടല്ലാതെ പറഞ്ഞു, ഞാൻ ശരിക്കും അനാഥനാണ്. മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും വേണ്ടാത്ത അനാഥൻ. ഹമീദ് എന്നെ നിമിഷ നേരം കൊണ്ട് അമ്പരപ്പിച്ചു കളഞ്ഞു. എനിക്ക് അവനോട് കലശലായ അടുപ്പം തോന്നി. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയും പോലെ ഞാൻ അവന്റെ കൈ കവർന്നെടുത്ത് മുറുകെ പിടിച്ചു. കുറച്ചു മുമ്പ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒറ്റയ്ക്കിരുന്ന തെരുവുചക്കനല്ല ഇപ്പോൾ എനിക്ക് ഹമീദ്. ദുരന്ത അനുഭവങ്ങളുടെ ദഹിപ്പിക്കുന്ന ചൂടിൽ വളർന്നവനാണ്. ഹമീദേ, നമുക്ക് വിന്നേഴ്സിന്റെ എതിർവശത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇത്തിരി നേരം പോയി ഇരുന്നാലോ? അവൻ അതിന് മറുപടി പറയാതെ എന്നോടൊപ്പം നടന്നു. ഹമീദിനെ പറ്റി കൂടുതൽ അറിയാതെ അധികം മുന്നോട്ട് നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നതുവരെ ഞങ്ങൾ സംസാരിച്ചില്ല. പെരുവഴിയിലെ ശബ്ദ കോലാഹലങ്ങളൊന്നും ഞാൻ കേട്ടില്ല. അടഞ്ഞുപോയ എന്റെ ചെവികൾക്കുള്ളിൽ ഹമീദിന്റെ വാക്കുകൾ ഒരു ചുഴലിക്കാറ്റ് പോലെ വട്ടം കറങ്ങി. നട്ടുച്ച നേരമാണ്. ഞങ്ങൾ വിയർത്താണ് വെയിറ്റിംഗ് ഷെഡിൽ ചെന്നിരുന്നത്. ഷെഡിനുള്ളിൽ തണലുണ്ടെങ്കിലും കോൺക്രീറ്റ് ബെഞ്ചുകളുടെ ചൂടാറിയിട്ടില്ല. ഹമീദിന്റെ കണ്ണുകൾ വിന്നേഴ്സ് ഹോട്ടലിന്റെ ബോർഡിൽ ഉടക്കി നിന്നു. എവിടെ, എങ്ങനെ ചോദിച്ചറിയണം ഹമീദിനോട്? ഹമീദ് കോട്ടയത്ത് എത്ര ഹോട്ടലുകളിൽ പണി ചെയ്തിട്ടുണ്ട്? ഞാൻ വിഷയം ഒന്ന് മാറ്റി. ഹോട്ടൽ വിന്നേഴ്സിൽ, അവിടെ മാത്രം. ഞാനും അതെ. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പൊരുത്തമുണ്ടല്ലേ? ഞാൻ കൗതുകത്തോടെ അവനെ നോക്കി ചോദിച്ചു. വിന്നേഴ്സിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും പൊരുത്തം, പിന്നെ പട്ടിണിയുടെ കാര്യത്തിലും. ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? അവൻ എന്നെ ദയനീയമായി നോക്കി. ഒന്നും പറഞ്ഞില്ല അവൻ. അത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. എനിക്കപ്പോൾ പിന്നെയും വിശന്നു.
ഉമ്മയും നാട്ടുകാരും ചേർന്ന് നിരപരാധിയായ ഹമീദിനെ നാട്ടിൽ നിന്ന് ഓടിച്ചത് എന്തിനായിരിക്കും? അതറിയാൻ എൻ്റെ ഉള്ളം വെപ്രാളപ്പെട്ടു. ഹമീദെ, നീ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കങ്ങ് വിശ്വസിക്കാനാവണില്ല. ഉമ്മയും നാട്ടുകാരും ചേർന്ന് നിന്നെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു എന്നൊക്കെ കേട്ടപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഒരു ഞെട്ടൽ എനിക്കങ്ങ് മാറണില്ല. ഞാൻ ഒരുവിധം വിഷയത്തിലേക്ക് മടങ്ങി വന്നു. ഹോട്ടൽ വിന്നേഴ്സിന്ന് കണ്ണുകൾ പിൻവലിച്ച് ഹമീദ് നേരെ ഇരുന്നു. ഒരു ദീർഘശ്വാസം വിട്ട് അവൻ കിഴക്ക് ശൂന്യതയിലേക്ക് നോക്കി. ഞാൻ നുണ പറയില്ല. അവസരം കിട്ടിയിട്ടും മോഷ്ടിച്ചിട്ടില്ല. ഹമീദ് പറഞ്ഞു തുടങ്ങി. എനിക്ക് ആരുമില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ എന്തോ വലിയ രോഗം വന്ന് മരിച്ചുപോയത്. ഉപ്പ പിന്നെയും കെട്ടി. അതാണ് പൊല്ലാപ്പായത്. 2ൽ പഠിക്കുമ്പോൾ എനിക്കൊരു അനിയനുണ്ടായി. അതോടെ ഉമ്മ രണ്ടാനമ്മയായി. എനിക്ക് വിശക്കാൻ തുടങ്ങി. തടിവെട്ടുകാരനായ ഉപ്പ കുടിക്കാൻ തുടങ്ങിയതോടെയാണ് ഞാൻ ശരിക്കും അനാഥനായത്. ഹമീദ് അവന്റെ ജീവിതകഥ പെട്ടെന്ന് ചുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു നിർത്തിയ പോലെ തോന്നി. ഒത്തിരി നാളത്തെ പരിചയമുള്ള ഒരു ആത്മസുഹൃത്താവുകയാണ് എനിക്കിപ്പോൾ ഹമീദ്. ഞാൻ അവന്റെ തോളത്തൂടെ കൈയിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചു. നീ പിന്നെ പഠിച്ചില്ലേ? 1 കൊല്ലം കൂടെ പഠിച്ചു. 4ൽ കുറച്ചു ദിവസം പോയിട്ട് നിർത്തി. സ്കൂളിൽ പോകാൻ ഡ്രസ്സ് വാങ്ങിത്തരില്ല. ഭക്ഷണവും പ്രശ്നമായിരുന്നു. അനുജനെ നോക്കാൻ എൻ്റെ പഠിപ്പ് നിർത്തിയതാണെന്നും പറയാം. 10 വയസ്സുള്ളപ്പോൾ മുണ്ടക്കയത്ത് ഒരു പലചരക്ക് കടയിൽ പണിക്ക് കയറി. ആ പണി എനിക്കിഷ്ടായി. ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമായിരുന്നു. വീട്ടിൽ എൻ്റെ വയറ് നിറയാറില്ല. എൻ്റെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടായി അത് കേട്ടപ്പോൾ. ഒരു മോഷണത്തിന്റെ കാര്യം പറഞ്ഞത്? എനിക്ക് അതും കൂടി അറിയണമായിരുന്നു. അത് 2 ആഴ്ച മുമ്പാണ്. ഞാനൊരു മലഞ്ചരക്ക് കച്ചവടക്കാരൻ ഹസനാരിക്കയുടെ പണിക്കാരനായിരുന്നു. തേങ്ങയിടല്, കുരുമുളക് പറിക്കല്, അടയ്ക്ക പറിക്കല്, അങ്ങനെയുള്ള പണികളാ. കിട്ടുന്ന പൈസയൊക്കെ ഉമ്മ കണക്ക് പറഞ്ഞ് മേടിച്ചെടുക്കും. എന്നാലും വൈകുന്നേരം ആവുമ്പോൾ ഉപ്പാന്റെ തല്ലു പതിവാണ്. എന്തിന്? ഞാൻ ഇടയ്ക്ക് കയറി അത്ഭുതപ്പെട്ടു. ഹമീദ് ചിരിച്ചു. ഉപ്പ വരുമ്പോഴേക്കും ഉമ്മ എന്നെപ്പറ്റി കുറേ കുറ്റങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നെ തല്ലുന്നതും ഞാൻ കരയുന്നതും ഉമ്മാനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കും. കുടിച്ച് ലക്കില്ലാണ്ട് വരണ ഉപ്പായ്ക്കും ഉമ്മാന്റെ സന്തോഷം ആശ്വാസമാണ്. അതുകൊണ്ട് എന്നെ വെറുതെയാണെന്ന് അറിഞ്ഞിട്ടും ഉപ്പ തല്ലിക്കരയിക്കും. മിക്ക ദിവസങ്ങളിലും അത്താഴം കിട്ടില്ല. വിശന്ന് തളർന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങും. അവനൊന്ന് ചാരി ഇരുന്നിട്ട് തുടർന്നു. 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ കുഞ്ഞോൻ ഒരു സിനിമയ്ക്ക് അവന്റെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചു. പൈസയൊന്നുമില്ല എൻ്റെ കയ്യിൽ. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് പണിയുമില്ലായിരുന്നു. പൈസ അവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റിനി കാണാൻ പോയി. രാത്രി ഉപ്പ കുടിച്ചിട്ട് വരാറായ സമയം കുഞ്ഞോന്റെ വീട്ടുകാരും വേറെ കുറെ ആളുകളും ചേർന്ന് വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് അവന്റെ വീട്ടിൽ നിന്നും ഞാൻ മോഷ്ടിച്ച ഓട്ടുവിളക്ക് ആവശ്യപ്പെട്ടു. ഞാൻ അന്തം വിട്ടു. പേടിച്ചു വിറച്ചു. സിനിമയ്ക്ക് പോകാൻ കുഞ്ഞോൻ അവന്റെ വീട്ടിലെ ഓട്ടുവിളക്കെടുത്ത് വിറ്റത് പിടിക്കപ്പെട്ടപ്പോൾ ആ കുറ്റം അവൻ എൻ്റെ തലയിൽ വെച്ച് തന്നതായിരുന്നു. ഞാൻ തന്നെയാണത് മോഷ്ടിച്ചതെന്ന് എൻ്റെ രണ്ടാനമ്മയും ഉറപ്പിച്ചതോടെ വന്നവർ എന്നെ വീട്ടുമുറ്റത്തിട്ട് തല്ലി. ഉമ്മ ഉപ്പാന്റെ ചൂരൽ വടി എടുത്ത് എന്നെ തല്ലാൻ അവർക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടി. ചിലർ കുറേ ദൂരം എൻ്റെ പിന്നാലെ ഓടി. മുണ്ടക്കയത്തേക്ക് വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററാണ്. ഞാൻ അത്രയും ഓടിയാണ് നിന്നത്. പിന്നെ തിരിച്ചു പോയില്ല. അയ്യോ, രാത്രിയല്ലേ? പിന്നെ നീ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ? ഒരു കടത്തിണ്ണയിൽ കുത്തിയിരുന്ന് കരഞ്ഞു. തിരിച്ചു ചെന്നാൽ നിന്റെ ഉപ്പയുടെ വക കൂടെ കിട്ടുമായിരുന്നു അല്ലേ? ഉറപ്പാണ്. മോഷണം ഒരു ചെറിയ കുറ്റമല്ലല്ലോ. ഒരു തടിവണ്ടിയിലാണ് ഞാൻ കോട്ടയത്ത് വന്നിറങ്ങിയത്. ഹമീദ് ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അടഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. എൻ്റെ മനസ്സ് വല്ലാണ്ട് വിങ്ങി. പോട്ടടാ, ആ അധ്യായം കഴിഞ്ഞു. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമുക്ക് മുൻപിലുള്ള പ്രശ്നം ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ആഹാരമാണ്. അതിന് എന്തെങ്കിലും ഒരു പണി കിട്ടിയേ പറ്റൂ. ഹമീദ് നിവർന്നിരുന്ന് അവന്റെ മുഷിഞ്ഞ മുണ്ടിൽ അവന്റെ കണ്ണീരും മുഖവും ഒതുക്കി തുടച്ചു. ഇതൊരു നശിച്ച സ്ഥലമാണടാ. ഇവിടെ പണിയൊന്നും കിട്ടാൻ പോണില്ല. പട്ടിണി കിടന്ന് ചാകാറായപ്പോഴാണ് എനിക്ക് ആ വിന്നേഴ്സിൽ പണി കിട്ടിയത്. ആ പണി പോയത് എങ്ങനെയാന്ന് നിനക്കറിയോ? ഇല്ല, എനിക്കത് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. നിന്റെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ സങ്കടായി. അതാ പിന്നെ ചോദിക്കാതിരുന്നത്, ഞാൻ പറഞ്ഞു.
ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാനും പറയാനും ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെയാണ് എൻ്റെ വിന്നേഴ്സിലെ പണി പോയത്. എൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് വേദനിച്ചു. നീ നല്ലൊരു കൂട്ടുകാരനായതുകൊണ്ടാണ് നിനക്ക് വേദനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാത്രം ആ സംഭവം പറയാൻ പോണത്. ഹമീദിന്റെ മുഖവുര എന്നെ ഉത്കണ്ഠപ്പെടുത്തി. ഞാൻ ഉദ്വേഗത്തോടെ അവന് കാതോർത്തു. അവൻ എന്നെ നോക്കാതെ അവന്റെ മനസ്സ് തുറന്നു വെച്ചു. ഞാൻ അവന്റെ മനസ്സിനകത്തേക്ക് ഊളിയിട്ടിറങ്ങി ചെന്നു. ഞാൻ അവന്റെ അനുഭവങ്ങൾ നേരിൽ കണ്ടു. മുണ്ടക്കയത്ത് നിന്ന് കോട്ടയത്ത് എത്തപ്പെട്ട ഹമീദ് രാത്രി ഒരു കടത്തിണ്ണയിൽ കിടന്നുറങ്ങി. നേരം വെളുത്ത് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ഹോട്ടലുകളിൽ ജോലി ചോദിച്ച് കയറിയിറങ്ങി. ഒരു പണിയും കിട്ടിയില്ല. വിശന്നു തളർന്ന് തിരുനക്കര മൈതാനത്ത് ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. മൂവന്തി നേരത്ത് വിശപ്പ് സഹിക്കാതെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും കുഴഞ്ഞു വീണു. ബോധം പോയി. മുഖത്ത് വെള്ളം തളിച്ച് ആരോ ഒരു ചായ അവന് വാങ്ങിക്കൊടുത്തിട്ട് പോയി. ഒരു ചായയുടെ ജീവനും കൊണ്ട് ഹമീദ് സമരം നടക്കുന്ന റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹോട്ടലിലേക്ക് നടന്നു. ഇടയ്ക്ക് ഹോട്ടൽ വിന്നേഴ്സിൽ കയറി പ്രതീക്ഷയൊന്നുമില്ലാതെ ഒരു ജോലി ചോദിച്ചു. വിന്നേഴ്സിൽ ഒരു ഹോട്ടൽ ബോയ് പനിച്ചു കിടപ്പായി പോയത് ഹമീദിന്റെ ഭാഗ്യമായി. അവനൊരു പണിയും അതോടൊപ്പം ജീവനും തിരിച്ചു കിട്ടി. മമ്മദ്ക്ക ഹമീദിന്റെ ഡ്യൂട്ടി രാത്രി 12-ന് കട അടയ്ക്കുന്നത് വരെ എന്ന് തീരുമാനിച്ചു. വിശപ്പ് മാറിയതോടെ ഹമീദ് അലിയാർക്കൊപ്പം ഉല്ലാസവാനായി ഓടി നടന്ന് പണികൾ ചെയ്തു. ഹോട്ടൽ മുതലാളി യൂസഫുക്ക ഇടയ്ക്ക് ഹമീദിനെ കൗണ്ടറിലേക്ക് വിളിപ്പിച്ചിട്ട് പരിചയപ്പെട്ടു. മുസ്ലിം ആയതിനാൽ മുതലാളി കൂടുതൽ താല്പര്യം കാണിച്ചുവെന്ന് ഹമീദിന് തോന്നി. ഉഷാറായിട്ട് നിന്ന അനക്കിവിടെ എത്ര നാള് വേണമെങ്കിലും നിൽക്കാം എന്നും കൂടെ മുതലാളി പറഞ്ഞു. ഉച്ച തിരിഞ്ഞ് തിരക്ക് കുറഞ്ഞപ്പോൾ മമ്മദ്ക്ക അലിയാരെ പറഞ്ഞിട്ട് ഹമീദിനൊന്ന് കുളിച്ച് ഉഷാറാവാനും സമയം കൊടുത്തു. തെരുവിൽ സംഭവിച്ചേക്കാമായിരുന്ന ഒരു പട്ടിണി മരണത്തിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഹമീദ് ആദ്യ ദിവസം തന്നെ വിന്നേഴ്സ് ഹോട്ടലിലെ നല്ലൊരു ജീവനക്കാരനായി. രാത്രി 12 കഴിഞ്ഞപ്പോൾ ഹോട്ടലിന്റെ ഷട്ടർ ഞെരുങ്ങിക്കരഞ്ഞ് താഴെ വീണു. ഹമീദ് ധൃതി പിടിച്ച് തൂത്തുവാരലും ഇലവാട്ടലും തീർത്ത് അലിയാര് കാണിച്ചു തന്നിരുന്ന പുൽപ്പായ എടുത്ത് ഉറങ്ങാൻ തയ്യാറായി. ഹോട്ടലിന്റെ അടുക്കളയ്ക്ക് പുറകിലോട്ടുള്ള ഇടനാഴിയിൽ വരെ ആളുകൾ ഉറങ്ങിക്കിടന്നിരുന്നു. ഹമീദ് പുൽപ്പായയും പിടിച്ച് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു നടന്നു. ആ സമയത്ത് സെക്കൻഡ് ഷോ കഴിഞ്ഞു വന്ന പൊറോട്ടക്കാരൻ അബൂബക്കർ പറഞ്ഞു, ഇനി കിടക്കാൻ സ്ഥലം ഉണ്ടാകില്ല, മെയിൻ ഹാളിൽ തന്നെ 2 മേശ അടുപ്പിച്ചിട്ട് കിടന്നോളി. വെളുപ്പിന് അലിയാർ വന്ന് വിളിക്കും. അപ്പോ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും. കുറച്ചു നേരം കൂടെ ഉറങ്ങാം. ഹമീദ് ഹാളിൽ പോയി 2 മേശകൾ അടുപ്പിച്ചിട്ട് അതിൽ പായ വിരിച്ച് നീണ്ടു നിവർന്നു കിടന്നു. നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യമായി സുരക്ഷിതത്വമുള്ള 4 ചുവരുകൾക്കിടയിൽ ഹമീദ് ഉറക്കത്തിലേക്ക് വഴുതിയിറങ്ങി. കളന, പിടിക്കവനെ, ഓടരുത്, നിക്കവിടെ. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ ഹമീദ് ജീവനും കൊണ്ടോടിയ ആ ഓട്ടം ഒരു ദുസ്വപ്നമായി അവന്റെ ഉറക്കത്തിന്റെ താളം തെറ്റിച്ചു. ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന ഇടവഴിയിലെ ഉരുളൻ കല്ലുകളിൽ തട്ടിയും കരിയിലകളെ ചവിട്ടി മെതിച്ചും ഓടുമ്പോൾ അവൻ ഏറ്റവും ഭയന്നത് ഉപ്പൻ കണ്ണുകളുള്ള അവന്റെ ഉപ്പ ഉറയ്ക്കാത്ത കാലുകളുമായി എതിരെ വരുന്നതാണ്. ഇടവഴികൾ പിന്നിട്ട് മണ്ണ് റോഡിലൂടെ ഓടുമ്പോൾ പിന്നിലാരും പിന്തുടരുന്നില്ലെന്നറിഞ്ഞ് കിതപ്പും ശ്വാസം മുട്ടലും കുറയ്ക്കാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്ന് കിതയ്ക്കുമ്പോഴാണ് അവനെ ആരോ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചത്. ഉപ്പയാണെന്ന് ഭയന്ന് അവനൊന്ന് ഞെട്ടിക്കുതറി. പക്ഷേ പിടുത്തം മുറുകി. പേടിക്കണ്ടടാ, യൂസഫ്ക്കയാ. ദുസ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പിടഞ്ഞുണർന്നപ്പോൾ അവൻ ബലാത്കാര ശ്രമത്തിൽപ്പെട്ട് നടുങ്ങിത്തെറിച്ചു. എഴുന്നേറ്റ് ഓടാൻ കുതറിയപ്പോൾ മുതലാളി അവന്റെ കാതിൽ ഭീഷണി സ്വരത്തിൽ മുരണ്ടു. അനക്കിവിടെ പണി വേണമെങ്കിൽ അടങ്ങിക്കിടന്നാളാ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇറക്കി വിടും. ബലാത്കാരം ചെയ്യപ്പെടുന്നതിന്റെ അപമാനത്തിൽ അവൻ വെന്തു നീറി. അവന്റെ നിസ്സഹായതയെ കുത്തി നോവിച്ചുകൊണ്ട് അയാൾ വിജയിക്കുമ്പോൾ ഹമീദ് സ്വവർഗരതിയുടെ അറപ്പിലും വെറുപ്പിലും പിടഞ്ഞു. അവൻ വിങ്ങി വിങ്ങി കരഞ്ഞു. ഹമീദ് പിന്നെ ഉറങ്ങിയില്ല. പിറ്റേന്ന് ഹമീദിന്റെ ദിവസം യാന്ത്രികമായിരുന്നു. ഉറങ്ങാത്ത ഒരു രാത്രിക്ക് ശേഷം ഒരു ഉന്മേഷവുമില്ലാതെ അവൻ ഉള്ളം തളർന്ന് ജോലി ചെയ്തു. ഉച്ച തിരിഞ്ഞ് ആളൊഴിഞ്ഞ നേരം മമ്മദ്ക്ക അവനെ നേരിട്ടു. അനക്കിതെന്ത് പറ്റീനടാ ഹമീദേ, ഇന്നലത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ. ജോലിയും ഭക്ഷണവും കിട്ടിക്കഴിഞ്ഞപ്പോ മടുത്തോയി. അവന് സങ്കടം വന്നു. കണ്ണുകൾ നിറഞ്ഞു. മമ്മദ്ക്ക അവന്റെ അടുത്തിരുന്ന് അവനെ സൂക്ഷിച്ചു നോക്കി. ശേ, ഇജ്ജ് കരയാണ്ട് കാര്യം പറയി. അന്നെ ആരെങ്കിലും ബൈക്ക് പറഞ്ഞിനാ?
ഹമീദ് പിതൃതുല്യനായ മമ്മദ് ഖാനെ നോക്കി. എന്നിട്ടും ചുറ്റും കണ്ണോടിച്ചു. ഇക്ക, അത് ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല, അതാ. അതെന്ത് പറ്റീന്? ഹമീദ് വീണ്ടും ചുറ്റും നോക്കി. ഒരു വലിയ രഹസ്യം മറയ്ക്കുന്ന പോലെ മമ്മദ് ഖാനെ നോക്കി. അയാൾക്കത് മനസ്സിലായി. ഹമീദ് വിക്കിയും മുക്കിയും ഒരുവിധം കാര്യം ഇക്കാനെ ബോധ്യപ്പെടുത്തി. അയാൾ ഇത്തിരി നേരം മിണ്ടാതിരുന്നു. പിന്നെ പല്ല് ഞെരിച്ചു. എനിക്കത് ഇഷ്ടല്ലക്ക, ഒട്ടും ഇഷ്ടല്ല. പണി പോയാലും ഞാൻ ഇനി സമ്മതിക്കില്ല. ഹമീദ് ഒരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു. മമ്മദ് ഖാ ഹമീദിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് മാറ്റി നിർത്തി. സ്വകാര്യം പറയും പോലെ പറഞ്ഞു, ഇജ് കൊച്ചാണ്, അനക്ക് ഓനെ എതിർക്കാൻ കഴിയൂല. പക്ഷേ എങ്കി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇതുകൊണ്ട് മുന്നേം പിള്ളേര് പണി കളഞ്ഞ് ഇടുന്നു പോയിട്ടുണ്ട്. അന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ നീ അതുപോലെ ചെയ്യുവോ? ഹമീദിന് ഒന്നും പിടികിട്ടിയില്ല. എന്നാലും അവൻ തലയാട്ടി പറഞ്ഞു, ചെയ്യും. അത് പറയുമ്പോൾ അവന്റെ മനസ്സ് കല്ല് പോലെ ഉറച്ചു. ഇന്ന് രാത്രി ഇജ് അവിടെ തന്നെ ഉറങ്ങാൻ കിടന്നു. കാന്താരിയുടെ ഒരു പച്ചമുളക് കുശ്നീന്നെടുത്ത് ഉറക്കപ്പായന്റെ അടിയിൽ വെച്ചേരെ. ഏത് മുടി കിട്ടീനാ? ഹമീദിന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ ക്ഷീണം മാറി. ഇനി ഓൻ ഒരു പിള്ളേരുടെ അടുത്തും വേണ്ടായിനം കാട്ടരുത്. മുളക് പൊട്ടിച്ചങ്ങ് തേച്ചു കൊടുത്തേക്ക്. ഇച്ച് പേടിക്കണ്ട, ഓൻ ഇക്കാര്യം ജമ്മത്ത് വെളി പറയില്ല. മമ്മദ് ഖാ ഹമീദിന്റെ പുറത്തൊരു തട്ട് തട്ടി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ഹമീദ് അമ്പരന്ന് നിന്നു. മെല്ലെ ആ നിൽപ്പിൽ അവന്റെ ചുണ്ടുകളിൽ ഒരു നിഗൂഢമായ ചിരി രൂപാന്തരപ്പെട്ടു. പിന്നീടുള്ള ഹമീദിന്റെ അന്നത്തെ ജോലികൾക്ക് ഒരുതരം ഉന്മേഷമുണ്ടായി എന്നതാണ് സത്യം. ക്ഷീണം മാറി ഒരു പ്രതികാര ലക്ഷ്യം അവന്റെ കുഞ്ഞു മനസ്സിൽ ഞുളച്ചുകൊണ്ടിരുന്നു. പാതിരാത്രി 12-ന് അവന്റെ അന്നത്തെ ഡ്യൂട്ടി തീരും വരെ. ഹമീദ് മേശകൾ അടുപ്പിച്ചിട്ട് പുൽപ്പായ വിരിച്ചു. തലേന്ന് രാത്രിയുടെ ഉറക്കം മുഴുവൻ ബാക്കിയുണ്ടായിരുന്നിട്ടും പാതിരാ ഷിഫ്റ്റ് വരെ പണി ചെയ്ത് പായ വിരിച്ചിട്ടും അവന് ഉറക്കം വന്നില്ല. നേരത്തെ കരുതി വെച്ച കാന്താരിമുളക് അരണ്ട വെളിച്ചത്തിൽ പുൽപ്പായയ്ക്ക് അടിയിലേക്ക് തിരികെ വെച്ചപ്പോൾ ഉണ്ടകൾ നിറച്ച ഒരു തോക്ക് ഒളിപ്പിച്ചു വെക്കുന്ന ക്രൂരമായ ഒരു ആനന്ദം ഹമീദ് അനുഭവിച്ചു. ഏകദേശം 1 മണിക്കൂറോളം ഹമീദിന് ഇരയെ കാത്ത് നെഞ്ചിടിപ്പോടെ കിടക്കേണ്ടി വന്നു. നല്ല ഇരുട്ടാണ്. ഹോട്ടൽ മുതലാളി അയാളുടെ ഇരയുടെ കിടക്കപ്പായിൽ ചെന്നിരുന്നപ്പോൾ മേശയൊന്ന് ഞരങ്ങിക്കരഞ്ഞു. ഹമീദിന്റെ ഉള്ളം പിടയുകയും അവൻ തലയ്ക്കും പുൽപ്പായ്ക്കും അടിയിലിരുന്ന് എരിയുന്ന തോക്കിന്റെ സ്ഥാനത്തേക്ക് വലതുകൈ നീക്കി വെക്കുകയും ചെയ്തു. ഇടത്തോട്ട് ചരിഞ്ഞ് ഇടതുകൈ മടക്കി തലയിണയാക്കി കിടന്നിരുന്ന ഹമീദിന്റെ പിന്നിൽ ചേർന്ന് കിടന്ന അയാൾ അവനെ അരുമയോടെ പുണർന്നു. ഹമീദിന് ഓക്കാനമുണ്ടായി. അനാഥ കുഞ്ഞുങ്ങളുടെ മേലുള്ള ഈ അഹങ്കാരം ഇന്നത്തോടെ തീരണം. ഹമീദ് അവന്റെ ജീവിതത്തിലെ ആദ്യ പ്രതികാരത്തിന് മനസ്സിനെ മെരുക്കിയെടുത്തു. ഇരയ്ക്ക് എതിർപ്പൊന്നുമില്ലെന്നറിഞ്ഞ കാമവെറിയൻ കാര്യങ്ങളിലേക്ക് ധൃതി വെച്ച് കടക്കുമ്പോൾ ഹമീദ് പുൽപ്പായയ്ക്കടിയിൽ നിന്നും തോക്ക് തപ്പിയെടുത്ത് ആക്രമണത്തിന് തയ്യാറായി. നിമിഷങ്ങൾക്കകം ഹമീദിന്റെ പിൻകഴുത്തിനും ചെവിക്കുമിടയിൽ പ്രാണവേദനയുള്ള ഒരു ശീൽക്കാരമുണ്ടായി. പച്ചമുളക് തിളച്ച എണ്ണയിൽ വീണ് പിടഞ്ഞുരുകുന്ന ശീൽക്കാരം. ഹമീദ് സ്വതന്ത്രനായി. മുതലാളി പിടഞ്ഞെണീറ്റ് പ്രാണൻ പോകുന്ന വേദനയിൽ അള്ളാ എന്ന് ഉള്ളറിഞ്ഞ് നിലവിളിച്ചു. അഴിഞ്ഞ മുണ്ട് വാരിപ്പിടിച്ച് ൂടെ നിലം പിതുക്കി തപ്പിത്തടഞ്ഞോടി. അസമയത്ത് യൂസഫ് ഖായുടെ നിലവിളി ശബ്ദം കേട്ട് ഹാളിൽ കൂർക്കം വലിച്ചുറങ്ങിയിരുന്നവർ കാര്യമറിയാതെ പേടിച്ചെഴുന്നേറ്റു. ആരാ, എന്താ എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. ഹമീദ് വാ പൊത്തിപ്പിടിച്ച് ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു. അപ്പോൾ അവന്റെ വലതുകൈ കൊണ്ടിടത്തൊക്കെ അവൻ എരിഞ്ഞു പുകഞ്ഞു. തുടകളിലെ നീറ്റലും പുകച്ചിലും മാറ്റാൻ അവൻ എഴുന്നേറ്റ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നിടം ലക്ഷ്യമാക്കി നടന്നു. ഹമീദ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അവന്റെ ദുരനുഭവം കേട്ട് ഞാൻ നീറിപ്പുകഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഞാൻ ഭയപ്പെട്ടു. കയറ്റം കയറിപ്പാഞ്ഞു വന്ന ഒരു പ്രൈവറ്റ് ബസ് ഞങ്ങളുടെ മുൻപിൽ വന്ന് കിതച്ചുകൊണ്ട് നിന്നു. പുറകിലത്തെ സ്റ്റെപ്പിൽ തൂങ്ങി നിന്ന ബസിന്റെ കിളി ബസ് നിൽക്കുന്നതിന് മുൻപേ നിലത്തേക്ക് പറന്നിറങ്ങി നിന്നിട്ട് മുണ്ടക്കയം മുണ്ടക്കയം എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഹമീദിനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഒരു പുച്ഛമുള്ള പുഞ്ചിരി. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില പേരുകൾ ആളുകൾ വെറുതെ വിളിച്ചു പറഞ്ഞ് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹമീദ് എന്റെ വലത്തുകൈയിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ എന്റെ ഇടത് കൈകൂടി അവന്റെ കൈക്ക് മേൽ പൊതിഞ്ഞു പിടിച്ചു.